സ്മാർട്ട് പ്ലസ് ടു എക്കണോമിക്സ് ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഡിസ്കസ് ചെയ്ത ഒരു ടോപ്പിക്കിൻ്റെ തുടർച്ചയാണ് ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ ഡിമാൻഡ് എന്താണ് എന്നുള്ളത് പഠിച്ചിരുന്നു. ആൻഡ് വാട്ട് ഈസ് ക്വാണ്ടിറ്റി ഡിമാൻഡഡ് എന്നുള്ളതും പഠിച്ചിരുന്നു. ക്വാണ്ടിറ്റി ഡിമാൻഡഡ് എന്താണ് എന്നുള്ളത് നിങ്ങൾക്ക് അറിയാമല്ലോ. എന്താണ് ഒന്ന് ജസ്റ്റ് പറയാമോ? വാട്ട് ഈസ് ക്വാണ്ടിറ്റി ഡിമാൻഡഡ്? റൈറ്റ്. അപ്പോൾ ക്വാണ്ടിറ്റി ഡിമാൻഡഡ് മീൻസ് ഇറ്റ് ഈസ് ദ ക്വാണ്ടിറ്റി ഓഫ് എ കമ്മോഡിറ്റി പർച്ചേസ്ഡ് ബൈ എ കൺസ്യൂമർ അറ്റ് എ പർട്ടിക്കുലർ പ്രൈസ് അറ്റ് എ പർട്ടിക്കുലർ ടൈം. അല്ലേ? ഒരു പ്രത്യേക സമയത്ത് ഒരു പ്രത്യേക വില നൽകിയിട്ട് ഒരു ഉപഭോക്താവ് വാങ്ങിയ സാധനത്തിൻ്റെ അളവിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ക്വാണ്ടിറ്റി ഡിമാൻഡഡ് എന്ന് വിളിക്കുന്നത്. സപ്പോസ് നിങ്ങളൊന്ന് വിചാരിക്കുക, ഒരു മാർക്കറ്റിൽ രണ്ട് കൺസ്യൂമേഴ്സ് ഉണ്ട് എന്ന് സങ്കല്പിക്കുക. കൺസ്യൂമർ എയും കൺസ്യൂമർ ബിയും എന്ന് വിചാരിക്കൂ. അവർ രണ്ടുപേരും ആപ്പിൾ വാങ്ങുന്നു എന്നുകൂടി വിചാരിക്കുക. 1 കിലോ ആപ്പിളിന് 100 രൂപ ഉണ്ടായിരുന്നപ്പോൾ എ എന്ന് പറയുന്ന കൺസ്യൂമർ 2 കിലോ ആപ്പിൾ വാങ്ങി എന്ന് കരുതുക. ബി എന്ന് പറയുന്ന കൺസ്യൂമർ 3 കിലോ ആപ്പിളും വാങ്ങിയെന്ന് സങ്കല്പിക്കുക. അങ്ങനെയാണെങ്കിൽ 100 രൂപ കിലോയ്ക്ക് ആയിരുന്നപ്പോൾ 2 കൺസ്യൂമേഴ്സും കൂടി വാങ്ങിയ ആകെയുള്ള ഡിമാൻഡ് എത്രയാണ്? എയുടെ 2 പ്ലസ് ബിയുടെ 3, ദാറ്റ് ഈസ് 5 എന്ന് പറയും. അല്ലേ? ഈ 5 ആണ് ടോട്ടൽ ക്വാണ്ടിറ്റി ഡിമാൻഡഡ് എന്ന് പറയുന്നത് അറ്റ് ദ പ്രൈസ് ഓഫ് ₹100. അങ്ങനെ ഈ 5 എന്ന് പറയുന്ന ടോട്ടൽ ക്വാണ്ടിറ്റി ഡിമാൻഡിനെ നമ്മളിനി വിളിക്കാൻ പോകുന്ന പേര് മാർക്കറ്റ് ഡിമാൻഡ് എന്നാണ്. അപ്പോൾ എന്താണ് മാർക്കറ്റ് ഡിമാൻഡ്? മാർക്കറ്റ് ഡിമാൻഡ് മീൻസ് ഇറ്റ് ഈസ് ദ ടോട്ടൽ ക്വാണ്ടിറ്റി ഓഫ് എ കമ്മോഡിറ്റി പർച്ചേസ്ഡ് ബൈ all the 2 consumers in the market at a particular price. ഒരു മാർക്കറ്റിൽ ഇവിടെ 2 ഉപഭോക്താക്കൾ മാത്രമാണുള്ളത്. അത് എത്ര ഉപഭോക്താക്കൾ വേണമെങ്കിലും ആകാം. അപ്പോൾ ഒരു മാർക്കറ്റിൽ എല്ലാ ഉപഭോക്താക്കളും കൂടി വാങ്ങുന്ന ആകെയുള്ള സാധനങ്ങളുടെ ക്വാണ്ടിറ്റിയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? മാർക്കറ്റ് ഡിമാൻഡ് എന്ന് വിളിക്കുന്നത്. സപ്പോസ് ആ 100 രൂപ എന്നുള്ളത് 200 രൂപയായിട്ട് കൂടി എന്ന് സങ്കല്പിക്കുക. അപ്പോൾ കൺസ്യൂമർ എ ഒന്നും വാങ്ങുന്നില്ലെന്ന് സങ്കല്പിക്കൂ. കൺസ്യൂമർ ബി 1 കിലോ ആപ്പിൾ മാത്രമാണ് വാങ്ങുന്നത് എന്നും കരുതുക. അങ്ങനെയാണെങ്കിൽ 200 രൂപ ആയിരിക്കുമ്പോഴുള്ള ടോട്ടൽ ഡിമാൻഡ്, ദാറ്റ് ഈസ് മാർക്കറ്റ് ഡിമാൻഡ്, എത്രയാകുമെന്നുള്ളത് അറിയാമല്ലോ. ദാറ്റ് ഈസ് 1 കിലോഗ്രാം. So this 1 kilogram is also called market demand. So by market demand we mean the total quantity of a commodity purchased by all individual consumers in the market at various levels of prices. വിവിധ വിലകളിൽ പല ഉപഭോക്താക്കൾ വാങ്ങുന്ന മുഴുവൻ സാധനങ്ങളുടെയും ക്വാണ്ടിറ്റിയെ ചേർത്ത് വിളിക്കുന്ന പേരാണ് മാർക്കറ്റ് ഡിമാൻഡ്. ഇനി നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ ലീനിയർ ഡിമാൻഡ് ഇക്വേഷൻസ് എന്താണ് എന്നുള്ളത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ലീനിയർ ഡിമാൻഡ് ഇക്വേഷൻസ്, അല്ലേ? ലീനിയർ ഡിമാൻഡ് ഇക്വേഷൻ എന്താണ് എന്നുള്ളത് നിങ്ങൾക്കറിയാമല്ലോ. ഒന്ന് പറയാമോ? റൈറ്റ്. ദാറ്റ് ഈസ് Q ഈസ് ഈക്വൽ ടു A minus B into P. It is the linear demand equation. Q is equal to A minus B into P. ഇവിടെ Q is the quantity demanded and what is A? Vertical intercept
And what is minus B? Correct. Slope of the demand curve and P is the price. അല്ലേ, ഇതായിരുന്നു ഒരു ലീനിയർ ഡിമാൻഡ് കർവിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത്. നമ്മൾ പറഞ്ഞല്ലോ ഒരു മാർക്കറ്റിൽ 2 കൺസ്യൂമേഴ്സ് മാത്രമാണ് ഉള്ളത് എന്ന് സങ്കല്പിക്കുന്നു. ഈ 2 കൺസ്യൂമേഴ്സിൻ്റെയും 2 ലീനിയർ ഡിമാൻഡ് ഇക്വേഷൻ ഞാൻ നിങ്ങൾക്ക് നൽകുകയാണ്. എ എന്ന് പറയുന്ന കൺസ്യൂമറുടെയും ബി എന്ന് പറയുന്ന കൺസ്യൂമറുടെയും ലീനിയർ ഡിമാൻഡ് ഫംഗ്ഷൻ നിങ്ങൾക്ക് നൽകുന്നു. ആ ലീനിയർ ഡിമാൻഡ് ഫംഗ്ഷനിൽ വിവിധ വിലകൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് നമുക്ക് ഒരു ഷെഡ്യൂൾ നമുക്ക് തയ്യാറാക്കാം, മൊത്തം ഡിമാൻഡിൻ്റെ ഷെഡ്യൂൾ. അതിൽ നിന്നും മാർക്കറ്റ് ഡിമാൻഡ് കർവും നമുക്ക് വരയ്ക്കാം. അതെങ്ങനെയാണ് എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. എ എന്ന ഉപഭോക്താവിൻ്റെയും ബി എന്ന ഉപഭോക്താവിൻ്റെയും ലീനിയർ ഡിമാൻഡ് ഇക്വേഷൻസ് ആണ് നമ്മളിവിടെ തന്നിട്ടുള്ളത്. എ എന്ന് പറയുന്ന ഉപഭോക്താവിൻ്റെ ലീനിയർ ഡിമാൻഡ് ഇക്വേഷൻ എന്താണ്? QA is equal to 10 minus PX. And the linear demand function of the consumer B, that is QB, is equal to 15 minus 2PX. Suppose assume that here the prices are 1, 2, 3, 4 and 5. ഈ 2 കൺസ്യൂമേഴ്സും മാർക്കറ്റിലെ പ്രൈസസ് 1, 2, 3, 4 and 5 ആയാൽ എത്രമാത്രം ക്വാണ്ടിറ്റി ആയിരിക്കും എ വാങ്ങുന്നത്, എത്രമാത്രം ക്വാണ്ടിറ്റി ആയിരിക്കും കൺസ്യൂമർ ബി വാങ്ങുന്നത്, 2 പേരുടെ ചേർന്ന് വാങ്ങുന്ന ക്വാണ്ടിറ്റി, ദാറ്റ് ഇസ് കോൾഡ് മാർക്കറ്റ് ഡിമാൻഡ്, എത്രയായിരിക്കും എന്നുള്ളത് നമുക്കൊന്ന് കണ്ടുപിടിക്കാം. ആദ്യമായി പ്രൈസ് are given, that is price is equal to 1, 2, 3, 4, 5 ആണല്ലോ. ഡിമാൻഡ് ഓഫ് എ എന്ന് പറയുന്ന കൺസ്യൂമർ ഈ പ്രൈസ് ലെവലിൽ വാങ്ങുന്ന ക്വാണ്ടിറ്റീസ് ഓഫ് ഔട്ട്പുട്ട് എത്രത്തോളമായിരിക്കും എന്നുള്ളത് നമുക്കൊന്ന് കണ്ടുപിടിക്കാം. അതിനുവേണ്ടി നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? വി ഹാവ് ടു സബ്സ്റ്റിറ്റ്യൂട്ട് ദിസ് വേരിയസ് പ്രൈസസ് ഇൻ പ്ലേസ് ഓഫ് ദി PX. PXൻ്റെ സ്ഥാനത്ത് നമ്മൾ എന്ത് ചെയ്യണം? ഈ വിവിധ വിലകൾ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ക്വാണ്ടിറ്റി ഡിമാൻഡ് കിട്ടും. ആദ്യം അറ്റ് പ്രൈസ് 1 പ്രൈസ് ആയിരിക്കുമ്പോൾ എത്രമാത്രം ക്വാണ്ടിറ്റിയാണ് എ എന്ന് പറയുന്ന കൺസ്യൂമർ വാങ്ങുന്നത്? അപ്പോൾ 10 minus 1, that is 9 ക്വാണ്ടിറ്റി ആണ് കൺസ്യൂമർ വാങ്ങുന്നത്. 2 രൂപ ആയിരിക്കുമ്പോഴോ ഈ PXൻ്റെ സ്ഥാനത്ത് നമ്മൾ 2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. ഇപ്പോൾ 10 minus 2, that is 8. ദെൻ 3 രൂപ ആയിരിക്കുമ്പോഴോ 10 minus 3, that is 7. 4 rupees ആയിരിക്കുമ്പോൾ 10 minus 4, which is equal to 6. And when the price is 5, the consumer A purchase how much quantity of commodity? 10 minus 5 is equal to 5. Clear അല്ലേ? വില 1 നിന്നും 5 ആയിട്ട് കൂടുമ്പോൾ the demand of the consumer A is decreased from 9 to 5. That is a negative relation that we have already discussed. Then what will be the quantity demanded of the consumer B at various levels of prices ranges from 1 to 5 എന്നുള്ളത് നമുക്ക് കണ്ടുപിടിക്കാം. അതെങ്ങനെ കണ്ടുപിടിക്കും? Just we have to substitute these levels of prices in the equation of the consumer B, that is QB is equal to 15 minus 2PX. അപ്പോൾ QB ഒരു രൂപ വിലയായിരിക്കുമ്പോൾ കൺസ്യൂമർ ബി എത്രത്തോളമാണ് വാങ്ങുന്നത് എന്ന് നോക്കൂ. 15 minus 2 into 1. 2 into 1 is equal to 2. 15 minus 2 is equal to 13. So എത്രമാത്രം സാധനങ്ങളാണ് കൺസ്യൂമർ ബി 1 രൂപ ആയിരിക്കുമ്പോൾ വാങ്ങുന്നത്? 13 quantities of commodity. So 13. 2 രൂപ ആയിരിക്കുമ്പോൾ എന്തായിരിക്കും എന്നുള്ളത് മനസ്സിലായിട്ടുണ്ടല്ലോ. ദാറ്റ് ഈസ് 2 into 2. 2 into 2,
4. 15 minus 4, 11. 11 ക്വാണ്ടിറ്റി ആയിരിക്കും കൺസ്യൂമർ ബി വാങ്ങുന്നത്. അറ്റ് വിച്ച് പ്രൈസ്? അറ്റ് ദ പ്രൈസ് ഓഫ് റുപ്പീസ് 2. റുപ്പീസ് 3 ആയിരിക്കുമ്പോഴോ 3 into 2, that is 6. 15 minus 6, that is 9. Then at price 4, how much quantity of the commodity the consumer be purchased? 2 into 4, that is 8. 15 minus 8, 7. And 5 രൂപയായിരിക്കുമ്പോഴോ 2 into 5, 10. 15 minus 10, that is 5. Clear? So, when the price increased from rupees 1 to 5, what will happen to the consumption of the consumer B? The consumption of the consumer B will also decrease from 13 to 5. Here also we can see a negative relationship between the price and the demand of the consumer B. ഇനി നമുക്ക് കണ്ടുപിടിക്കുന്നത് മാർക്കറ്റ് ഡിമാൻഡാണ്. എന്താണ് മാർക്കറ്റ് ഡിമാൻഡ് എന്നാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്? ഇറ്റ് ഈസ് ദ ടോട്ടൽ ക്വാണ്ടിറ്റി ഡിമാൻഡഡ് ഓഫ് എ കമോഡിറ്റി ബൈ ഓൾ ഇൻഡിവിജ്വൽ കൺസ്യൂമേഴ്സ് അറ്റ് വേരിയസ് ലെവൽസ് ഓഫ് പ്രൈസ്. വിവിധ വിലകളിൽ 2 കൺസ്യൂമേഴ്സും കൂടി വാങ്ങുന്ന മൊത്തം സാധനങ്ങളുടെ അളവിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? മാർക്കറ്റ് ഡിമാൻഡ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ കൺസ്യൂമർ എയുടെ ഡിമാൻഡ് നമ്മൾ കണ്ടുപിടിച്ചു, കൺസ്യൂമർ ബിയുടെ ഡിമാൻഡ് നമ്മൾ കണ്ടുപിടിച്ചു. Then it would become very easy to calculate the market demand by adding the demand of both the individuals A and B. That is market demand. 1 രൂപ വിലയായിരിക്കുമ്പോൾ എത്രയാണ് മാർക്കറ്റ് ഡിമാൻഡ്? 9 ഓഫ് കൺസ്യൂമർ എ ആൻഡ് 13 ഓഫ് കൺസ്യൂമർ ബി. സോ ടോട്ടൽ 22. 2 രൂപ ആകുമ്പോഴോ മാർക്കറ്റ് ഡിമാൻഡ് എത്രയാണ്? 19. Then at price 3, what will be the market demand? 16. Then at 4, what will be the market demand? 13. And at rupees 5, what will be the total demand or market demand? 5 of consumer A and 5 of consumer B, that is 10. Thus, by assigning various values of prices in the linear demand equations of consumer A and consumer B, we have derived a schedule. And this schedule is called a market demand schedule. മാർക്കറ്റ് ഡിമാൻഡ് ഷെഡ്യൂൾ എന്നാണ് നമ്മൾ ഈ പട്ടികയെ വിളിക്കുന്നത്. മാർക്കറ്റ് ഡിമാൻഡ് ഷെഡ്യൂൾ is a table which shows the total quantity demanded of a commodity by all the 2 consumers in the market at various levels of prices. വിവിധ വിലകളിൽ മൊത്തം ഉപഭോക്താക്കൾ വാങ്ങുന്ന ആകെയുള്ള സാധനങ്ങളുടെ അളവിനെയാണ്, അത് കാണിക്കുന്ന ടേബിളിനെയാണ്, പട്ടികയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? മാർക്കറ്റ് ഡിമാൻഡ് ഷെഡ്യൂൾ എന്ന് വിളിക്കുന്നത്. ഈ ഷെഡ്യൂളിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് മാർക്കറ്റ് ഡിമാൻഡ് കർവ് വരയ്ക്കാം. So what are the procedures which we have to be followed to draw the market demand curve? First of all, we should find out the individual demand curve of the consumer A. Then we have to find out the individual demand curve of the consumer B. And by adding the individual demand curve of consumer A and B, we have to find out the market demand curve. എങ്ങനെയാണ് എന്നുള്ളത് നമുക്ക് നോക്കാം. ആദ്യം നമ്മൾ കൺസ്യൂമർ എയുടെ ഡിമാൻഡ് കർവ് വരയ്ക്കുന്നു, പിന്നീട് ബിയുടെ കൺസ്യൂമർ ഡിമാൻഡ് കർവ് വരയ്ക്കുന്നു, എന്നിട്ട് രണ്ടും കൂടെ കൂട്ടിയിട്ട് നമ്മൾ മാർക്കറ്റ് ഡിമാൻഡ് കർവ് വരയ്ക്കും. ശ്രദ്ധിക്കുക എങ്ങനെയാണെന്നുള്ളത്.
In the y-axis we take the price and in the x-axis we take the demand. The prices are 1 to 5. 1, 2, 3, 4, 5. 1, 2, 3, 4, 5. 1, 2, 3, 4, 5. The demand ranges from 5 to 22. So 5, 10, 15, 20, 25. 5, 10, 15, 20, 25. 5, 10, 15, 20, 25. നമ്മൾ എക്സ് ആക്സിസും വൈ ആക്സിസും പ്ലോട്ട് ചെയ്ത് കഴിഞ്ഞു. ആദ്യം നമുക്ക് ഡിമാൻഡ് കർവ് ഓഫ് ദ ഇൻഡിവിജ്വൽ ഡിമാൻഡ് കർവ് ഓഫ് കൺസ്യൂമർ എ എങ്ങനെയാണ് വരയ്ക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. 1 രൂപ ആയിരിക്കുമ്പോൾ കൺസ്യൂമർ എ എത്രമാത്രം ക്വാണ്ടിറ്റിയാണ് പർച്ചേസ് ചെയ്യുന്നത്? 9. സോ വി ഹാവ് ടു ടേക്ക് 1 ഫ്രം ഹിയർ ആൻഡ് 9 ഫ്രം ഹിയർ. ദറ്റ് ഈസ് 9, 1. ഓക്കെ, ഒരു പോയിന്റ് കിട്ടി. 2 രൂപ ആയിരിക്കുമ്പോൾ 8 ഡിമാൻഡ്. 2, ഇവിടുന്ന് നമ്മൾ 8 എടുക്കുന്നു. 3 ആയിരിക്കുമ്പോൾ 7 ആണ്. 3 ആയിരിക്കുമ്പോൾ 7. 3, 7. 4 ആയിരിക്കുമ്പോൾ 6 ആണ്. 4, 6. 5 ആയിരിക്കുമ്പോൾ 5 ആണ്. ദറ്റ് ഈസ് 5, 5. ഇതെല്ലാം കൂടി യോജിപ്പിച്ചുകൊണ്ട് നമ്മളൊരു കർവ് വരയ്ക്കുന്നു. ആൻഡ് ദിസ് ഈസ് ദി ഡിമാൻഡ് കർവ് ഓഫ് എ. This is the demand curve of the consumer A. ഇതെന്താണ് കാണിക്കുന്നത്? At the price of ₹1, the consumer purchase 9 quantities of the commodities. And when the price is increased to ₹5, he will purchase how much quantity of the commodity? 5. Clear? ഇതേപോലെ നമ്മൾ കൺസ്യൂമർ ബിയുടെ ഡിമാൻഡ് കർവ് വരയ്ക്കണം. 1 രൂപ ആയിരിക്കുമ്പോൾ കൺസ്യൂമർ ബി വാങ്ങുന്ന ക്വാണ്ടിറ്റി എത്രയാണ്? 13. സോ 113. 2 ആയിരിക്കുമ്പോൾ 11. 211. 3 ആയിരിക്കുമ്പോൾ 9. 39. 4 ആയിരിക്കുമ്പോൾ 7. 47. 5 ആയിരിക്കുമ്പോൾ 5. 5, 5. So by connecting all these points we get the demand curve of the consumer B. And what is the demand curve of the consumer B indicates? When the price is ₹1, the consumer purchase how much quantity of the commodity? That is 13. And when the price is increased to 5, the consumer purchase how much? 5. Clear? Now we have to find out the market demand. When the price is ₹1, what will be the market demand? 22. And 22 is 9 plus 13. So when the price is ₹1, the market demand is 22. 22, 1. Okay. When the price is 2, market demand is 19. 2 ആയിരിക്കുമ്പോൾ 19 ആണ്. 19. That is 2, 19. 3 ആയിരിക്കുമ്പോൾ 16. 3, 16. 4 ആയിരിക്കുമ്പോൾ 13. 4 ആയിരിക്കുമ്പോൾ 13. ആൻഡ് 5 ആയിരിക്കുമ്പോൾ 10. 5 ആയിരിക്കുമ്പോൾ 10. So by connecting all these points we get the market demand, and this is the market demand. This is the market demand curve. So what does that market demand shows?
when the price is rupees 1, the market demand will be, that is 22, correct. When the price is rupees 1, the market demand is 22. And when the price is increased to rupees 5, what happened to the market demand? The market demand is decreased to 10. ഇവിടെ എയുടെയും ബിയുടെയും ഡിമാൻഡ് കർവുകൾ ആഡ് ചെയ്തിട്ടാണ് നമുക്ക് എന്ത് കിട്ടിയേക്കുന്നത്? മാർക്കറ്റ് ഡിമാൻഡ് കിട്ടിയേക്കുന്നത്. ശ്രദ്ധിക്കുക, ഇവിടെ 9 ആണ് എയുടെ ഡിമാൻഡ്, 1 രൂപ ആയിരുന്നപ്പോൾ. ബിയുടെ ഡിമാൻഡ് 13. അപ്പോൾ ഈ 9ഉം 13ഉം കൂടെ കൂട്ടി, ദാറ്റ് ഈസ് ഇത്രയും ഏരിയയും ഇത്രയും ഏരിയയും കൂട്ടുന്നതാണ് ഇത്രയും ഏരിയ. ദാറ്റ് ഈസ് 9 + 13 ഈസ് ഈക്വൽ ടു 22. So how the demand curve, market demand curve can be drawn? Geometrically, the market demand curve can be drawn by the horizontal summation of all individual demand curves. അതായത് എല്ലാ ഇൻഡിവിജ്വൽ ഡിമാൻഡ് കർവുകളും ഹൊറിസോണ്ടലായിട്ട് കൂട്ടിയാണ് മാർക്കറ്റ് ഡിമാൻഡ് കർവ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. തിരശ്ചീനമായിട്ട് നമ്മൾ കൂട്ടുക. ദാറ്റ് ഈസ് 1 രൂപ വിലയായിരിക്കുമ്പോൾ ഇവിടെ നമ്മൾ കൺസ്യൂമർ എ 9 സാധനങ്ങളാണ് വാങ്ങിയത്. ബി എന്ന് പറയുന്ന കൺസ്യൂമർ 13 സാധനങ്ങളാണ് വാങ്ങിയത്. അപ്പോൾ ഈ 9ഉം ഈ 13ഉം കൂടെ ചേർത്ത് നമ്മൾ 22 എന്നുള്ള ആ ഡിസ്റ്റൻസിലാണ് നമുക്ക് മാർക്കറ്റ് ഡിമാൻഡ് കിട്ടിയേക്കുന്നത്. സോ ജോമെട്രിക്കലി ഹൗ ദ ഡിമാൻഡ് കർവ് ഈസ് ഒബ്റ്റെയിൻഡ്? The demand curve can be drawn by the horizontal summation of all individual demand curves. And this is the market demand curve. So what is market demand curve? Market demand curve is the graph of the market demand schedule. മാർക്കറ്റ് ഡിമാൻഡ് ഷെഡ്യൂളിൻ്റെ ഗ്രാഫിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? മാർക്കറ്റ് ഡിമാൻഡ് കർവ് എന്ന് വിളിക്കുന്നത്. ആൻഡ് വാട്ട് ഡസ് ദാറ്റ് മാർക്കറ്റ് ഡിമാൻഡ് കർവ് ഷോസ്? The market demand curve shows the various quantities of commodities purchased by all the consumers in the market at various levels of prices. അല്ലേ? വിവിധ വിലകളിൽ ഒരു മാർക്കറ്റിലെ മുഴുവൻ ഉപഭോക്താക്കളും കൂടി വാങ്ങുന്ന സാധനങ്ങളുടെ മൊത്തം അളവിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? മാർക്കറ്റ് ഡിമാൻഡ് കർവ് എന്ന് വിളിക്കുന്നത്. ഇനി നമ്മൾ മാർക്കറ്റ് ഡിമാൻഡ് ഡിറൈവ് ചെയ്യാൻ വേണ്ടി എ എന്ന കൺസ്യൂമറുടെയും ബി എന്ന കൺസ്യൂമറുടെയും ഇൻഡിവിജ്വൽ ഡിമാൻഡ് കർവുകൾ കൂട്ടിയാണ് എന്ന് നമ്മൾ പറഞ്ഞു. ഈ ഡിമാൻഡ് ഇക്വേഷൻസിനെ നമ്മൾ വിളിച്ചത് ലീനിയർ ഡിമാൻഡ് ഇക്വേഷൻ എന്നാണ്. ലീനിയർ ഡിമാൻഡ് ഇക്വേഷൻസ് എങ്ങനെയാണ് മാത്തമാറ്റിക്കലായിട്ട് കൂട്ടുന്നത് എന്നുകൂടി നമുക്ക് നോക്കാം. ദ ആഡിങ് ഓഫ് two linear demand equations. Okay, കൺസ്യൂമർ എയുടെ ലീനിയർ ഡിമാൻഡ് ഇക്വേഷൻ എന്ന് പറയുന്നത് എന്താണെന്ന് നമ്മൾ പറഞ്ഞത്? 10 - P. And what is the linear equation of the consumer B? That is 15 - 2P. നമ്മൾ നേരത്തെ എടുത്ത ഇക്വേഷൻ തന്നെയാണ് നമ്മളിവിടെയും എടുക്കുന്നത്. ഈ കൺസ്യൂമർ എയുടെ ലീനിയർ ഡിമാൻഡ് ഇക്വേഷൻസ് എന്താണ് സൂചിപ്പിക്കുന്നത്? പ്രൈസ് 10ന് മുകളിലായാൽ കൺസ്യൂമർ എ വിൽ നെവർ പർച്ചേസ് എനിത്തിങ് എന്നുള്ളതാണ്. അതായത് 10 രൂപയ്ക്ക് മുകളിലാണ് വില എങ്കിൽ കൺസ്യൂമർ എയുടെ ഡിമാൻഡ് എത്രയായിരിക്കും? 0 ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ കൺസ്യൂമർ ബി ഒന്നും വാങ്ങാതിരിക്കുന്ന അവസ്ഥ, ദാറ്റ് ഈസ് 0 ഡിമാൻഡ്, 0 ക്വാണ്ടിറ്റി ഡിമാൻഡ് ചെയ്യുന്നത് ഏത് പ്രൈസിലായിരിക്കും എന്നൊന്ന് പറയാമോ? കറക്റ്റ്, 15 റുപ്പീസിന് മുകളിലായിരിക്കുമ്പോഴാണ്, മോർ ദാൻ 15 ആയിരിക്കുമ്പോഴാണ്. ഇനി നമുക്ക് ആഡ് ചെയ്യാം ഈ 2 ലീനിയർ ഡിമാൻഡ് ഇക്വേഷൻസിന്. Suppose at price less than or equal to 10,
പ്രൈസ് 10 അതിൽ കുറവോ ആയിരിക്കുമ്പോൾ ടോട്ടൽ ഡിമാൻഡ്, ദാറ്റ് ഈസ് മാർക്കറ്റ് ഡിമാൻഡ്, എത്രയായിരിക്കും എന്നുള്ളതാണ്. ഇവിടെ നമ്മൾ പറഞ്ഞു 10 രൂപയ്ക്ക് മുകളിലായിരിക്കുമ്പോഴാണ് എയുടെ ഡിമാൻഡ് 0 ആകുന്നത്. ഇവിടെ നമ്മൾ പറഞ്ഞു 15 രൂപയ്ക്ക് മുകളിലായിരിക്കുമ്പോഴാണ് ബിയുടെ ഡിമാൻഡ് 0 ആകുന്നത്. പക്ഷെ ഇവിടെ നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത് 10 രൂപയോ അതിന് താഴെയോ ആയിരിക്കുമ്പോൾ, when the price is equal to 10 or less than 10, what will be the total demand എന്നുള്ളതാണ്. എങ്ങനെയായിരിക്കും? യെസ്, രണ്ടുപേരുടെയും കൂടെ ഡിമാൻഡ് കൂട്ടിയാൽ മതി. ദാറ്റ് മീൻസ് 10 മൈനസ് പി പ്ലസ് 15 മൈനസ് 2p അല്ലേ? അതെങ്ങനെ കൂട്ടുന്നത്? 10 പ്ലസ് 15 വിച്ച് ഈസ് ഈക്വൽ ടു 25 മൈനസ് 2p plus 1p, that is 3p. അപ്പം 25 മൈനസ് 3p എന്ന് പറയുന്നതായിരിക്കും മാർക്കറ്റ് ഡിമാൻഡ്. എപ്പോൾ? when the price is equal to or less than 10. Okay? Yes. Suppose, imagine that when the price is greater than 10 and equal to or less than 15, മാർക്കറ്റിലെ വില 10 രൂപയ്ക്ക് മുകളിലാണ്, ബട്ട് ഈക്വൽ ടു ഓർ ലെസ് ദാൻ 15, 15 രൂപയോ 15 രൂപയ്ക്ക് താഴെയോ ആയിരിക്കുമ്പോൾ വാട്ട് വിൽ ബി ദ മാർക്കറ്റ് ഡിമാൻഡ്? പറയാമോ? 10 രൂപയ്ക്ക് മുകളിലായിരിക്കുമ്പോൾ കൺസ്യൂമർ എ വാങ്ങുന്ന സാധനങ്ങളുടെ എത്രയായിരിക്കും? 10 രൂപയ്ക്ക് മുകളിലാകുമ്പോൾ കൺസ്യൂമർ എ വാങ്ങുന്ന സാധനത്തിൻ്റെ ക്വാണ്ടിറ്റി എത്രയായിരിക്കും? 0. 15 രൂപയോ അതിന് താഴെയോ ആയിരിക്കുമ്പോൾ ടോട്ടൽ മാർക്കറ്റ് ഡിമാൻഡ് എന്ന് പറയുന്നത് ബിയുടെ ഡിമാൻഡ് തന്നെയായിരിക്കും. ദാറ്റ് ഈസ് 15 മൈനസ് 2p ആയിരിക്കും. ക്ലിയർ അല്ലേ? മാർക്കറ്റിലെ വില 10 രൂപയിൽ കൂടുതലോ 15 രൂപയോ 15 രൂപയ്ക്ക് താഴെയോ ആയിരിക്കുമ്പോൾ വാട്ട് വിൽ ബി ദ മാർക്കറ്റ് ഡിമാൻഡ്? ദ മാർക്കറ്റ് ഡിമാൻഡ് വിൽ ബി ഈക്വൽ ടു ദ ഡിമാൻഡ് ഓഫ് ദി കൺസ്യൂമർ ബി. ക്ലിയർ? ദെൻ when the market price is greater than 15, 15 രൂപയിൽ കൂടുതലാണ് മാർക്കറ്റ് പ്രൈസ് എങ്കിൽ വാട്ട് വിൽ ബി ദ മാർക്കറ്റ് ഡിമാൻഡ്? അപ്പോൾ കൺസ്യൂമർ ബി വാങ്ങുമോ? ഒരിക്കലുമില്ല. സോ ദ മാർക്കറ്റ് ഡിമാൻഡ് വിൽ ബി 0. ഇറ്റ് ഈസ് ദ ആഡിങ് അപ്പ് ഓഫ് 2 ലീനിയർ ഡിമാൻഡ് ഇക്വേഷൻസ്. സോ ഒരിക്കൽ കൂടി നമ്മൾ പറയുന്നു, 2 ലീനിയർ ഡിമാൻഡ് ഇക്വേഷൻസ് ആഡ് ചെയ്യുന്നത് ഇങ്ങനെയായിരിക്കും. അതിൻ്റെ ഇംപ്ലിക്കേഷൻസ് എന്ന് പറയുന്നത് ഇത് 3 ഒന്നുകൂടെ ഓർക്കുക. when the price is equal to or less than 10, what will be the market demand? The market demand will be the total demand of the consumer A and B. That is 25 minus 3p. And when the price is greater than 10 but equal to or less than 15, what will be the market demand? The market demand will be equal to the demand of the consumer B. That means 15 minus 2p. And if the price is greater than 15, then the consumer A will purchase nothing, the B will also purchase 0. So the total demand, that is the market demand, will be 0. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്ത ടോപ്പിക് മാർക്കറ്റ് ഡിമാൻഡ് എന്താണ്, ആൻഡ് ഹൗ വി ക്യാൻ ഫൈൻഡ് ഔട്ട് എ മാർക്കറ്റ് ഡിമാൻഡ് ഷെഡ്യൂൾ. ആ മാർക്കറ്റ് ഡിമാൻഡ് ഷെഡ്യൂളിൽ നിന്നും എങ്ങനെയാണ് മാർക്കറ്റ് ഡിമാൻഡ് കർവ് വരയ്ക്കുന്നത്. ഒപ്പം how we can add 2 linear demand equations and what were the implications of that
ലീനിയർ ഡിമാൻഡ്, ആഡിങ് അപ്പ് ഓഫ് ദ ലീനിയർ ഡിമാൻഡ് ഇക്വേഷൻസ്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചത്. എല്ലാവർക്കും ഭംഗിയായി മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. വീണ്ടും